ഹായ് ഓൾ വെൽക്കം ടു ടോസ് അക്കാഡമി. അപ്പം നമ്മൾ ഇന്ന് ടോസ് അക്കാഡമിയിൽ സെറ്റ് ഫിസിക്സിൻ്റെ ഒരു റാപ്പിഡ് റിവിഷനാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഒരു ഫൈനൽ റൗണ്ട് റിവിഷൻ മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോയുമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇന്നല്ല നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തു, എക്സാമിന് വേണ്ടി നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് ഓടിച്ചു വിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ടോസ് അക്കാഡമിയിൽ സെറ്റിൻ്റെ കോച്ചിങ്, അതേപോലെ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമിൻ്റെ കോച്ചിങ് ഒക്കെ നമ്മൾ കോച്ചിങ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഉടനടി ലോഞ്ച് ചെയ്യുന്ന ഒരു കോഴ്സാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ കോഴ്സ്. അപ്പം ഫിസിക്സ്, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ് എന്ന സബ്ജക്റ്റിലാണ് നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെറ്റിൻ്റെ റിസൾട്ടിന് ശേഷം മോസ്റ്റ്ലി നമുക്ക് വിളിക്കുന്ന PSC റിലേറ്റഡ് ഈ സെറ്റ് യോഗ്യത വേണ്ടി വരുന്ന ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്നതാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എന്ന് പറയുന്നത്. അതായത് വൊക്കേഷണൽ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. അപ്പം NVT എക്സാം ആണ് ഈ വിളിക്കാനിരിക്കുന്നത്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്യാം. ആദ്യം തന്നെ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ജനറലൈസ്ഡ് കോർഡിനേറ്റ്. എന്താണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് റിക്വയർഡ് ടു ഡിസ്ക്രൈബ് എ സിസ്റ്റം. ഒരു സിസ്റ്റം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ട മിനിമം നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് കോർഡിനേറ്റ് ആണ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്താണെന്ന് അറിയാം അല്ലേ. അപ്പം എത്ര ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഉണ്ടോ അത്രയും തന്നെ ആയിരിക്കും ഡിഗ്രീസ് ഓഫ് ഫ്രീഡവും. ഓക്കെ, അപ്പം ജനറലൈസ്ഡ് കോർഡിനേറ്റ് എപ്പോഴും ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ആവണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല അല്ലേ. നോട്ട് നെസസറിലി കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, ആംഗിൾ ആവാം, ലെങ്ത് ആവാം, എന്തുമാകാം. ആൻഡ് ജനറലൈസ്ഡ് കോർഡിനേറ്റ് റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് ഇക്വേഷൻ. ഓക്കെ, ഇനി കൺസ്ട്രെയിൻറ്റുകൾ പ്രധാനമായിട്ടും 4 തരം കൺസ്ട്രെയിൻ്റ് ആണുള്ളത്. ഹോളോണോമിക്, നോൺ ഹോളോണോമിക്, സ്ക്ലിയറോനോമസ്, റിയോനോമസ്. അതിൽ ഹോളോണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇക്വേഷൻ. നോൺ ഹോളോണോമിക് ഇനീക്വാലിറ്റി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, വിച്ച് കനോട്ട് ബി റിട്ടൺ ആസ് ആൻ എക്സാക്ട് ഇക്വേഷൻ. സ്ക്ലിയറോനോമസ് എന്ന് പറഞ്ഞാൽ ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. റിയോനോമസ് എന്ന് പറഞ്ഞാൽ ടൈം ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് സ്ക്ലിയറോനോമസുമാണ്, ഹോളോണോമസുമാണ്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കിയിട്ട് പോകേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതാണ് ലഗ്രാഞ്ചീസ് ഇക്വേഷന്റെ ബേസ് എന്ന് നമ്മൾ പറയുന്നത്. എന്താണ്? ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ എന്താണ്? ദാറ്റ് കൺവേർട്സ് എ ഡൈനാമിക്കൽ സിസ്റ്റത്തിനെ ഒരു സ്റ്റാറ്റിക് കേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും അല്ലേ. ഇക്വേഷൻ എന്താണ്? Fi മൈനസ് MI/AI മാസ് ഇൻറ്റു അപ്ലൈഡ് എക്സ്റ്റേണൽ ഫോഴ്സ് Fi മൈനസ് MI/AI ഇൻറ്റു ഡെൽറ്റ ഓഫ് Ri, വേർ ഡെൽറ്റ ഓഫ് Ri ഇസ് എ വെർച്വൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. ഇനി introduces inertia force and this is the base for Lagrange's equation. ഡി-അലംബേർട്സ് പ്രിൻസിപ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് ലഗ്രാഞ്ചിയൻ എന്താണ്? ലഗ്രാഞ്ചിയൻ എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. L എന്താണ്? ഈക്വൽ ടു T മൈനസ് V, വേർ T is a kinetic energy, V is a potential energy. ലഗ്രാഞ്ചീസ് ഇക്വേഷൻ ഓഫ് മോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. d/dt ഓഫ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് മൈനസ് ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഈക്വൽ ടു 0. ഇക്വേഷൻ എന്താണെന്നൊന്നും ഇനിയുള്ള ഒരു എക്സാമിനും ചോദിക്കില്ല, അതിന്റെ ആപ്ലിക്കേഷൻസ് ആയിരിക്കും ചോദിക്കുക. ഹാമിൽട്ടോണിന് എന്താണെന്ന് അറിയാലോ, H is equal to sigma of Pj Qj dot minus L ആണ്. വേർ P എന്ന് പറയുന്നത് എന്താണ്? ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട് ആണ് അല്ലേ. ഇനി കനോണിക്കൽ മൊമെന്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഈക്വൽ ടു ഡോ എൽ ബൈ ഡോ ക്യൂ ജെ ഡോട്ട്. അപ്പോൾ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലഗ്രാഞ്ചിയനിൽ ഒരു കറസ്പോണ്ടിങ് കോർഡിനേറ്റ് ആബ്സെന്റ് ആണ് എങ്കിൽ അതിൻ്റെ ഡോട്ട് ഡെറിവേറ്റീവ് ഉണ്ട്, എന്നാൽ കോർഡിനേറ്റ് ആബ്സെന്റ് ആണെങ്കിൽ അത്തരം കോർഡിനേറ്റിനാണ് നമ്മൾ സൈക്ലിക് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഡോ എൽ ബൈ ഡോ ക്യൂ ഈക്വൽ ടു 0 ഏതാണ്? സൈക്ലിക് കോർഡിനേറ്റ് അല്ലേ. വേർ ക്യൂ എന്ന് പറയുന്ന സൈക്ലിക് ആണ്. ആൻഡ് ഈ ക്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മൊമെന്റം എന്ന് പറയുന്നത് എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് കേട്ടോ. ഇനി നോക്കുക, ഹാമിൽട്ടൺസ് പ്രിൻസിപ്പൽ ഫോർ കൺസർവേഷൻ സിസ്റ്റം. അതൊന്ന് ഓർത്ത് വെക്കുക. I is equal to integral of T1 to T2 L dt ആണ്. L is equal to T minus V is an extremum for the path of motion.
മിനിമം എന്നല്ല, ഇറ്റ് ഈസ് എൻ എക്സ്ട്രീമം ഫോർ പാത്ത് ഓഫ് മോഷൻ ആണ് കേട്ടോ. ലഗ്രാഞ്ചിസ് ഇക്വേഷൻ ഫോർ കൺസർവേറ്റീവ് സിസ്റ്റം നമ്മൾ നോക്കി. ഇനി ഇത് കുറച്ച് ലഗ്രാഞ്ചിസ് ഇക്വേഷൻ ആണ് വിച്ച് യു റിയലി ഹാവ് ടു ബൈ ഹാർട്ട്. ഓക്കെ, നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. നമ്മുടെ എക്സാമിന് ചോദിക്കും, റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കൺസെപ്റ്റുകളാണ് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ലഗ്രാഞ്ചിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, ലഗ്രാഞ്ചിയൻ ഫോർ എ ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ, ലഗ്രാഞ്ചിയൻ ഫോർ സിമ്പിൾ പെൻഡുലം ആൻഡ് ലഗ്രാഞ്ചിയൻ ഫോർ എ കോമ്പൗണ്ട് പെൻഡുലം. റിപ്പീറ്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്, നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിട്ട് പോവാം. ഓക്കെ, ഹാമിൽട്ടോണിയൻ ഫോർമുലേഷൻ നമ്മൾ പറഞ്ഞു, ഹാമിൽട്ടൺസ് ഇക്വേഷൻ ഓഫ് മോഷൻ നമ്മൾ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ ബൈ ഹാർട്ട് പഠിച്ചാൽ നല്ലതായിരിക്കും, ഹാമിൽട്ടോണിയൻ ഫോർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഒന്നെങ്കിൽ നിങ്ങൾ ഈ ലഗ്രാഞ്ചിയൻ പഠിച്ചിട്ട് അതിൽ നിന്ന് ഹാമിൽട്ടോണിയന്റെ ഡെറിവേഷൻ ചെയ്ത് ഈ റിസൾട്ടിലേക്ക് വരാം, അല്ലെങ്കിൽ ഇത് കോമൺ ആയിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്നതായതുകൊണ്ട് ഫൈനൽ റിസൾട്ട് ഒന്ന് ഓർത്തിരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് ടൈം സേവ് ചെയ്യാൻ പറ്റും. H=12 mv² + q5. അടുത്ത കെപ്ലേഴ്സ് പ്രോബ്ലം ആണ്. ഇസെൻട്രിസിറ്റി =√1 + 2EL²/mk². വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. എസെൻട്രിസിറ്റിയുടെ എനർജിയുടെ വാല്യൂ നിങ്ങളൊന്ന് നോക്കി വെക്കുക. E=0 ആണെങ്കിൽ ദാറ്റ് ഇസ് ഹൈപ്പർബോള, E=1 ആണെങ്കിൽ പാരബോള, എസെൻട്രിസിറ്റി <1 ആണെങ്കിൽ എലിപ്സ്, E=0 ആണെങ്കിൽ ദാറ്റ് വിൽ ബി എ സർക്കിൾ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. അടുത്താണ് ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അടുത്ത പോയ്സൺ ബ്രാക്കറ്റ്. പോയ്സൺ ബ്രാക്കറ്റ് വർക്കൗട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതിന്റെ കുറച്ച് ഐഡന്റിറ്റീസ് ഇമ്പോർട്ടൻ്റ് ആണ്. QP = 1, QQ 0, PP 0 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത സെൻട്രൽ ഫോഴ്സ്. എന്താണ് ഒരു സെൻട്രൽ ഫോഴ്സ്, അതിന്റെ പ്രോപ്പർട്ടീസ്? മിക്കവാറും നമ്മുടെ സെറ്റ് എക്സാമിന് ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്, പല രീതിയിൽ വരാറുണ്ട്. അപ്പൊ അതൊന്ന് നോക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. സെൻട്രൽ ഫോഴ്സ് ആക്ട്സ് അലോങ് ദ റേഡിയസ് വെക്റ്റർ. ആംഗുലാർ മൊമെന്റം എപ്പോഴും കൺസേർവ്ഡ് ആയിരിക്കും. മോഷൻ ഇസ് കൺഫൈൻഡ് ടു വൺ പ്ലെയിൻ ആൻഡ് ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സെൻട്രൽ ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ് കൃത്യമായിട്ട് നോക്കി വെക്കുന്നത് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അടുത്തത് നമുക്ക് സോളിഡ് സ്റ്റേറ്റിലെ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിലേക്ക് ഒന്ന് പോയി നോക്കാം. ക്രിസ്റ്റൽ സ്ട്രക്ചർ തുടങ്ങിയ വളരെ ബേസിക് കൺസെപ്റ്റ് ആണ്, അതിലേക്ക് ഞാൻ ഒത്തിരി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഒക്കെ നോക്കിയിരിക്കണം. ക്രിസ്റ്റൽ എന്താണ്, അമോർഫസ് ക്രിസ്റ്റൽ എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കുക. ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്റ്റൽ സിസ്റ്റം ക്യൂബിക്, ടെട്രാഗണൽ, ഓർത്തോറോംബിക്, ഹെക്സഗണൽ, മോണോക്ലിനിക്, ട്രൈക്ലിനിക്, റോംബോഹീഡ്രൽ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആക്സിസിൻ്റെയും അതേപോലെ ആംഗിളിൻ്റെയും റിലേഷൻസ് അറിഞ്ഞിരിക്കുക കേട്ടോ. 7 ക്രിസ്റ്റൽ സിസ്റ്റം ആണുള്ളത്, 14 ബ്രെവിസ് ലാറ്റിസുകളാണുള്ളത്. ക്രിസ്റ്റൽ സിസ്റ്റത്തിന് ബ്രെവിസ് ലാറ്റിസുകളുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഫാക്ട്സ് ഉണ്ടായിരിക്കും, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോവാൻ കേട്ടോ. ഇനി നമ്മൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരുന്നത് പാക്കിംഗ് ഫ്രാക്ഷൻ ഒക്കെ. നമുക്ക് ഇപ്പോഴും ഒത്തിരി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഈവൻ ഇപ്പോൾ പോലുമുള്ള സെറ്റ് എക്സാമുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. സിമ്പിൾ ക്യൂബിൻ്റെ, BCCയുടെ, FCCയുടെ, HCPയുടെ അത്ര കോമൺ അല്ല എങ്കിലും സിമ്പിൾ ക്യൂബ്, BCC, FCC, HCPയും കൂടെ നിങ്ങൾ ഓർത്തിരുന്നോളാം. പാക്കിംഗ് ഫ്രാക്ഷൻ സിമ്പിൾ ക്യൂബിൻ്റെ 0.52, BCCയുടെ 0.68, FCCയുടെ 0.74 ആൻഡ് HCPയുടെ 0.74. ഓക്കെ, FCC HCPക്കും മാക്സിമം പാക്കിംഗ് എഫിഷ്യൻസി ഉള്ളത് ഏതിനാണ്? FCC ഓർ HCP. ഓക്കെ, അടുത്താണ് കോർഡിനേഷൻ നമ്പർ. സിമ്പിൾ ക്യൂബിന് 6, BCCക്ക് 8, FCCക്ക് 12, HCCPക്കും 12. മില്ലർ ഇൻഡിസസ് കാണാൻ വേണ്ടി നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. എന്താണ്, നമ്മൾ ക്രിസ്റ്റലിൻ്റെ ആ ഒരു പ്ലെയിനിൽ കട്ട് ചെയ്യുന്ന HKL വാല്യൂസ് കാണുക, അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക, ഒരു ഇൻറ്റിജർ ആയിട്ട് വേണം എക്സ്പ്രസ് ചെയ്യാൻ, LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻറ്റിജർ ആക്കുക. ഓക്കെ, അതാണ് മില്ലർ ഇൻഡിസസ് എന്ന് പറയുന്നത്. അടുത്താണ് റെസിപ്രോക്കൽ ലാറ്റിസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ലാറ്റിസിന് കറസ്പോണ്ടിങ് ആയിട്ട് റെസിപ്രോക്കൽ ലാറ്റിസ് ഉണ്ട്. ഇതൊരു മാത്തമാറ്റിക്കൽ ലാറ്റിസ് ആണ് വിച്ച് ഇസ് യൂസ്ഡ് ഇൻ ഡിഫ്രാക്ഷൻ, ഇമ്പോർട്ടൻ്റ് ഇൻ എക്സ്റേ ഡിഫ്രാക്ഷനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റെസിപ്രോക്കൽ ലാറ്റിസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ പോയിന്റ് ആണ്. റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് FCC എന്ന് പറയുന്ന BCC ആണ്. റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് BCC എന്ന് പറയുന്ന FCC ആണ്.
അതേപോലെ സിമ്പിൾ ക്യൂബിക്കിൻ്റെ റെസിപ്രോക്കൽ ലാറ്റിസ് സിമ്പിൾ ക്യൂബിക്ക് തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഓർത്തിരിക്കണം. അടുത്താണ് ബ്രാഗ്സ് ലോ. ബ്രാഗ്സ് ലോ 2d sin θ ഈക്വൽ ടു n ലാംഡ എന്നാണ് ബ്രാഗ്സ് ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ നന്നായിട്ട് പഠിച്ചു വെക്കുക. n എന്ന് പറയുന്നത് ഓർഡർ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ തരും. അൺനോൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വാല്യൂസ് ഉണ്ടായിരിക്കും, അത് ഡിറ്റർമൈൻ ചെയ്യാൻ തരും. അല്ലാതെ ബ്രാഗ്സ് ലോ എന്താണെന്നും എക്സാമിന് ചോദിക്കാറുണ്ട്. ഡിറ്റർമൈൻസ് ഇന്റർപ്ലാനർ സ്പേസിംഗ്, കൺസ്ട്രക്റ്റീവ് ഇൻറ്റർഫറൻസ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഫ്രീ ഇലക്ട്രോൺ മോഡലിലേക്ക് വരുമ്പോൾ ഡ്രൂഡ് മോഡൽ, അതിൻ്റെ അസംഷൻസും ലിമിറ്റേഷനും കൊടുത്തിട്ടുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിൽ കൂടി നമ്മൾ വന്നത് ഒരു ഓർഡർ ഇതിൽ കൊടുത്തു എന്നുള്ളൂ കേട്ടോ. സോമർഫീൽഡ് തിയറി. പിന്നെ വരുന്നതാണ് ബാൻഡ് തിയറി. ബാൻഡ് തിയറി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കണ്ടക്ടർ, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ്, അതിൻ്റെയൊക്കെ ബാൻഡ് ഗ്യാപ്പുകൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ഫോർബിഡൻ ബാൻഡ് തുടങ്ങിയ കൺസെപ്റ്റുകൾ നോക്കുക. ഫെർമി എനർജി. ഫെർമി എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഇസ് എ ഹയസ്റ്റ് ഒക്യുപ്പൈഡ് എനർജി ലെവൽ അറ്റ് 0 Kelvin ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇലക്ട്രോൺ കോൺസെൻട്രേഷനെയാണിത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ സെമി കണ്ടക്ടറിലേക്ക് വരുമ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ, പി ടൈപ്പ് സെമി കണ്ടക്ടർ, പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് ഒക്കെ നോക്കുക. എൻ ടൈപ്പിൽ പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്ന ഇലക്ട്രോൺസ് ആണ്. പി ടൈപ്പിൽ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആണ്. മെജോറിറ്റി കാരിയേഴ്സ് ഹോൾസ് ആണ്. പിന്നെ ഹോൾ ഇഫക്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. റിലേറ്റഡ് ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. റിലേറ്റഡ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ഹോൾ ഇഫക്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ കാരിയർ കോൺസെൻട്രേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മൊബിലിറ്റി കാണാൻ, നേച്ചർ ഓഫ് ചാർജ് കാരിയേഴ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ. കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക്. ഒരു സൂപ്പർ കണ്ടക്ടർ എന്ന് വെച്ചാൽ എന്താ? മെറ്റീരിയൽ വിത്ത് 0 ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ്, ഒരു പെർഫെക്റ്റ് ഡയാമാഗ്നറ്റ് ആണ്. അതിന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ മാഗ്നറ്റിക് ഫീൽഡ് മുതലായ കൺസെപ്റ്റുകളുണ്ട്. അപ്പം സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നത് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC ആണ് കേട്ടോ. ഓർത്ത് വെക്കുക. മീസ്നേഴ്സ് ഇഫക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്താണ്. ഇറ്റ് ഈസ് എക്സ്പൾഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം ദ സൂപ്പർ കണ്ടക്ടർ ബിലോ TC. ബിലോ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് താഴെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പെൽഷൻ ഓഫ് എ സൂപ്പർ കണ്ടക്ടറാണ് ബേസിക് മീസ്നർ ഇഫക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ടതാണ് BCS തിയറി. ഓക്കെ, ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കൂപ്പർ പെയേഴ്സ് ഫോം ചെയ്യും. മീഡിയേറ്റഡ് ബൈ ലാറ്റിസ് വൈബ്രേഷൻസ്. ഫോണോൺ ആണ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കേട്ട് കൃത്യമായിട്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ഓരോ ടോപ്പിക്കുകളും പഠിച്ചിരിക്കുന്നത് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോയിൽ എല്ലാ കൺസെപ്റ്റുകളും പറഞ്ഞു പോകാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് മീൻസ് എല്ലാ കൺസെപ്റ്റുകളും പഠിപ്പിച്ചു പോകാൻ പറ്റില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ മാത്രമേ പറ്റുള്ളൂ. കാരണം നമ്മൾ 10ഓളം പേപ്പർ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പം അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഈ പറയുന്നതിൽ ഏതെങ്കിലും കൺസെപ്റ്റുകൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ ഒന്ന് ഓടിച്ചു വിട്ട് നോക്കുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം മാഗ്നറ്റിസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സിൽ. അതിനകത്ത് പ്രത്യേകിച്ച് പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ, ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ എല്ലാത്തിനും എക്സാമ്പിളുകൾ ഓർത്തിരിക്കണം. എല്ലാത്തിൻ്റെയും പ്രത്യേകതരമായിട്ടുള്ള പ്രോപ്പർട്ടീസുകൾ ഉണ്ടെങ്കിൽ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എബവ് ക്യൂരി ടെമ്പറേച്ചറിൽ ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്ത് ചെയ്യും? പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആയിട്ട് ആക്ട് ചെയ്യും. കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ബ്രെവിസ് ലാറ്റിസ് എത്രയാണ്? 14 ആണ്. പാക്കിംഗ് എഫിഷ്യൻസി ഓഫ് FCC എത്രയാണ്? 74% ആണ്. അപ്പോൾ ഈ 74% എന്നുള്ളത് ചിലപ്പോൾ പൈ വാല്യൂ ആയിട്ടും എക്സാമിന് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ കോർഡിനേഷൻ നമ്പർ ഓഫ് BCC ഓൾറെഡി പറഞ്ഞതാണ്, 8 ആണ് അല്ലേ. റെസിപ്രോക്കൽ ലാറ്റിസ് ഓഫ് FCC എന്ന് പറയുന്നത് എന്താണ്? BCC ആണ്. ബ്രാഗ്സ് ലോ തന്നിരിക്കുന്നതിൽ ഏതാണ്? 2d sin θ ഈക്വൽ ടു n ലാംഡ, ഓപ്ഷൻ B ആണ്. ഹയസ്റ്റ് ഒക്യുപ്പൈഡ് എനർജി ലെവൽ അറ്റ് 0 Kelvin ആണ് നമ്മൾ ഫെർമി എനർജി എന്ന് പറയുന്നത് അല്ലേ. മെജോറിറ്റി കാരിയേഴ്സ് ഇൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ഇലക്ട്രോൺസ് ആണ്. മീസ്നേഴ്സ് ഇഫക്റ്റ് റെഫേഴ്സ് ടു എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പൾഷൻ ആണ് മീസ്നേഴ്സ് ഇഫക്റ്റ്.
കൂപ്പർ പെയർസ് ആർ ഫോംഡ് ഇൻ ഏതാണ്? BCS തിയറിയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൂപ്പർ പെയറിന്റെ ഫോർമേഷനും കാര്യങ്ങളും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏതാണ്? BCS തിയറിയാണ്. ഓക്കെ. വിച്ച് മോഡൽ ഇസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ടു ഇലക്ട്രോൺ തിയറി? സോമർഫീൽഡ് മോഡലാണ് കേട്ടോ. ഇനി ഹാൾ ഇഫക്റ്റ് ഇസ് യൂസ് ടു ഡിറ്റർമൈൻ ദ നേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ്. ചാർജ് കാരിയേഴ്സിന്റെ നേച്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാൾ ഇഫക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കുക. പാക്കിംഗ് എഫിഷ്യൻസിയുടെ ബേസിൽ ചോദ്യമുണ്ട്. വിച്ച് സ്ട്രക്ചർ ഹാസ് ഹയസ്റ്റ് പാക്കിംഗ് എഫിഷ്യൻസി? ഏതാണ്? ബോത്ത് FCC ആൻഡ് HCP. അല്ലാന്നുണ്ടെങ്കിൽ FCC മാത്രമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യനുകൾ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പം നമുക്ക് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്നത്തെ റിവിഷനിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പം നമ്മൾ കൂടുതലും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് തിയറി ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകളായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ ഓൾറെഡി നിങ്ങൾ PYQ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസ് ചെയ്തിട്ട് എത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം അതെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ച് റിവൈസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ അവസാന സമയത്ത്. ഓക്കെ. ഇത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിലെ ഏരിയ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിന്റെ ഒരു ഇൻട്രൊഡക്ടറി ഭാഗം എന്ന രീതിയിൽ നമുക്ക് തെർമോഡൈനാമിക്സിന്റെ കുറച്ച് ടോപ്പിക്കുകൾ പഠിക്കാനുണ്ട്. അത് നമ്മളൊരു +1 +2 ലെവലിൽ നിന്നുകൊണ്ട് വരുന്ന ടോപ്പിക്കാണ്. അതിൽ തെർമോഡൈനാമിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. ഹെൽംഹോൾട്ട്സ് ഫ്രീ എനർജിയുടെ, എൻതാൽപ്പിയുടെ, ഗിബ്സ് പൊട്ടൻഷ്യലിൻ്റെ ഒക്കെ ഇക്വേഷൻസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻസ് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക കേട്ടോ. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെയാണ് തെർമോഡൈനാമിക് റിലേഷൻഷിപ്പ്. അതിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് ക്ലോഷ്യസ് ക്ലാപ്പറോൺ ലേറ്റന്റ് ഹീറ്റ് ഇക്വേഷൻ. dP/dt = L/T × V2 - V1. ഓക്കെ. പിന്നെ TDS ഇക്വേഷൻ ഇപ്പോൾ ഒരു 2-3 തവണയായിട്ട് TDS ഇക്വേഷൻസ് അവർ പല ഇതിൽ മാറ്റി മാറ്റി ചോദിക്കുന്നുണ്ട്. ഈ 2 ഇക്വേഷൻ ആണ്. ഇത് നിങ്ങളൊന്ന് ബൈ ഹാർട്ട് പഠിക്കുക കേട്ടോ. ദ എൻട്രോപ്പി S of a pure substance can be regarded as a function of temperature and volume എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റിലേഷൻ ആൻഡ് ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ടെമ്പറേച്ചർ ആൻഡ് വോളിയം ആണെങ്കിൽ ഈ ഒരു റിലേഷനും, ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെങ്കിൽ ഈ ഒരു റിലേഷനുമാണ് വരിക. അപ്പോൾ ഈ 2 റിലേഷനും നിങ്ങൾ പഠിച്ചു വെക്കുക. TDS ഇക്വേഷൻ വിച്ച് among the following is a TDS ഇക്വേഷൻ എന്ന് ചോദിച്ചിട്ട് ഇതിൻ്റെ സൈൻ മാറ്റിയും വേരിയബിൾസ് മാറ്റിയും ഒക്കെ ഓപ്ഷൻസിൽ കാണാറുണ്ട്. അപ്പം ഈ ഒരു TDS ഇക്വേഷൻ ഓർത്തിരുന്നാൽ സ്റ്റാറ്റ്മെക്കിലെ ഒരു 1 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അടുത്ത മാത്തമാറ്റിക്കൽ മെത്തേഡ്സ് ഇൻ ഫിസിക്സിലേക്ക് മൂവ് ചെയ്യുമ്പോൾ പിന്നെ വരുന്നത് മാത്തമാറ്റിക്കൽ മെത്തേഡ്സിൽ തന്നെ ഇൻ്റഗ്രൽ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. അതിനകത്ത് ഫൊറിയർ ട്രാൻസ്ഫോമും അതേപോലെ ലാപ്ലേസ് ട്രാൻസ്ഫോമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിൻ്റെയും ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൃത്യമായിട്ട് തന്നെ പഠിക്കുക. പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരിക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. നോക്കിയേ, ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ഇസ് എ കോൺസ്റ്റന്റ്. ഇതൊക്കെ എക്സാമിന് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് e⁻⁻a mod x ഈക്വൽ ടു മോഡുലസിൻ്റെ ആണ് കേട്ടോ. e⁻⁻a മോഡുലസ് ഓഫ് x ഈക്വൽ ടു 2a/a² + ω². ഇതൊക്കെ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഗോഷ്യൻ ഫംഗ്ഷൻ e⁻⁻ax² ഈക്വൽ ടു e⁻⁻ω²/4a√π/. ഇത് ബൈ ഹാർട്ട് പഠിക്കുക. കാരണം നമുക്കിത് ചെയ്തെത്തിക്കാൻ പറ്റും. പക്ഷേങ്കിലും ഇത് ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എക്സാമിനേഷൻ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു MCQ ടൈപ്പ് ഓഫ് എക്സാം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിന് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം എന്ന് തന്നെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. ഇപ്പം ഒരു ഫംഗ്ഷൻ f(t) = 1 ആണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/s ആണ്. f(t) = e⁻at ആണെങ്കിലോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/s - a. f(t) = t⁻n ആണെങ്കിൽ
അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് ഈക്വൽ ടു എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. എന്നിട്ട് എക്സാമിന് എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എന്ന് പറയുന്ന എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് വൺ. അപ്പോൾ ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങളിതെല്ലാം പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും പഠിക്കാത്തുണ്ടെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് പഠിക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾ ഓൾറെഡി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ഐഡൻറ്റിറ്റീസ് മാത്രം ചോദിച്ചോണം എന്നില്ല. ചെറിയ രീതിയിലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിൽ നിന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യം ഐഡൻറ്റിറ്റീസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ തന്നെ സൈൻ എ ടി, കോസ് എ ടി എന്നുള്ളതൊക്കെ, സൈൻ എച്ച് എ ടി, കോസ് എച്ച് എ ടി, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ആണ് കേട്ടോ. ഇതൊക്കെ നന്നായിട്ട് ഓർത്തിരിക്കുക. എല്ലാ ഐഡൻറ്റിറ്റീസും ഞാൻ വായിക്കുന്നില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഐഡൻറ്റിറ്റീസ് പഠിക്കുക. അത് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്തിട്ട് കറക്റ്റായിട്ട് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ വരുന്ന കോംപ്ലക്സ് അനാലിസിസ് ആണ്. കോംപ്ലക്സ് അനാലിസിസ് നമുക്കറിയാം, മാത്തമാറ്റിക്കൽ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോംപ്ലക്സ് അനാലിസിസ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ എന്താണ് ഒരു അനലിറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു റിയൽ പാർട്ടും ഉണ്ടായിരിക്കും, ഒരു ഇമാജിനറി പാർട്ടും ഉണ്ടായിരിക്കും, അല്ലേ? അനലിറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് സെഡ് ടു ബി അനലിറ്റിക് ഇൻ എ റീജിയൻ ആർ ഓഫ് കോംപ്ലക്സ് പ്ലെയിൻ ഇഫ് എഫ് ഓഫ് സെഡ് ഹാസ് എ ഡെറിവേറ്റീവ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ആർ ആൻഡ് ഇഫ് എഫ് ഓഫ് സെഡ് ഇസ് സിംഗിൾ വാല്യൂഡ്. ഓക്കെ, അപ്പോൾ അത്തരം ഫംഗ്ഷനാണ് അനലിറ്റിക്കൽ ഫംഗ്ഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോഷി റെയ്മാൻ കണ്ടീഷൻ. കുറച്ചൊക്കെ മുമ്പത്തെ എക്സാമുകൾക്ക് കോഷി റെയ്മാൻ കണ്ടീഷൻ ഏതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. ഇപ്പം പൊതുവെ അങ്ങനെ കാണാറില്ല. നമുക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് അനലിറ്റിക്കൽ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം അനലിറ്റിക്കൽ ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു സഫിഷ്യൻറ്റ് കണ്ടീഷൻ ആണ് എന്തെന്ന് പറയുന്നത്, കോഷി റെയ്മാൻ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാം. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡോ വി ബൈ ഡോ എക്സ്. യു എന്ന് പറയുന്ന റിയൽ പാർട്ടും വി എന്ന് പറയുന്ന ഇമാജിനറി പാർട്ടും ആണ് കേട്ടോ. അടുത്ത കോഷി ഇന്റഗ്രൽ തിയറം എന്താണ്? If f of z is analytic in a simply connected domain, then for any simply closed contour in domain, the contour integral is 0. Closed integral of f of z dz എന്ന് പറയുന്നത് 0 ആണ്. അതാണ് എന്ത്? കോഷി ഇന്റഗ്രൽ തിയറം എന്ന് പറയുന്നത്, അല്ലേ? ഇനി കോഷി ഇന്റഗ്രൽ ഫോർമുല ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. If a complex function f of z is analytic within and on a closed contour C inside a simply connected domain, and if z0 is any point on the middle of C, അങ്ങനെയാണെങ്കിൽ എന്താണ്? f of z0 is equal to 1 by 2 pi I integral of C f of z minus z0 dz. Okay, ഇനി സിംഗുലാർ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോയിന്റ് അറ്റ് വിച്ച് ഫംഗ്ഷൻ സീസ് ടു ബി അനലിറ്റിക് ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഫോർ പ്രീവിയസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ്, ഫോർ എ കോംപ്ലക്സ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി, കോഷി റെയ്മാൻ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, 4 ഓപ്ഷൻസും കണ്ട് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഓൾറെഡി ഇപ്പം ഡിസ്കസ് ചെയ്തു. അടുത്ത, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബീറ്റ ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2x പ്ലസ് 3 into x square minus y square plus I 6xy plus beta y is an analytic function of complex variable z is equal to x plus iy. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. അതിൽ യുവും വിയും നമ്മൾ ആദ്യം തിരിച്ചെഴുതുക. അപ്പോൾ യു എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ടിൽ വരുന്നതാണ്. 2x plus 3x square minus y square. വി എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ ശേഷം ബാക്കിയുള്ള കോഎഫിഷ്യന്റ്, അല്ലേ? അപ്പം അത് എഴുതി. കോഷി റെയ്മാൻ കണ്ടീഷൻ എന്താണ്? ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ, അല്ലേ? അപ്പം ആ ഒരു ഇത് നമ്മൾ ചെയ്യുക. ആ ഡെറിവേറ്റീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബീറ്റയുടെ വാല്യൂ അതിന് കിട്ടും. ഓക്കെ, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ്, ഞാൻ പ്രത്യേകം എടുത്ത് പറയേണ്ട. നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി അടുത്ത മാട്രിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് പെട്ടെന്ന് പഠിച്ച് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത്, മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ കുറേ മെട്രിക്സുകളും അതിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓടിച്ചു വിട്ട് ഒന്ന് പറയാം കേട്ടോ, പെട്ടെന്ന് നിങ്ങളൊന്ന് നോക്കുക.
എന്താണ് സ്ക്വയർ മെട്രിക്സ്, കോളം മെട്രിക്സ് എന്നുള്ളതൊന്നും പറയുന്നില്ല. അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും കേട്ടോ. ഹെർമീഷ്യൻ മെട്രിക്സ് ആണെങ്കിൽ എ ഡാഗർ ഈക്വൽ ടു എ ആയിരിക്കും. ഇനി വേറെ ഉള്ളത് പീരിയോഡിക് മെട്രിക്സ് ആണ്. എ കെ പ്ലസ് 1 ഈസ് ഈക്വൽ ടു എ ആയിരിക്കും. അതിൽ കെ എന്ന് പറയുന്നതാണ് പീരീഡ്. ഇഡംപൊട്ടന്റ് മെട്രിക്സ് എ സ്ക്വയർ ഈക്വൽ ടു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിൽ പൊട്ടന്റ് മെട്രിക്സ് എ റേസ് ടു പി ഈക്വൽ ടു 0 വേർ പി ഇസ് എ ഇൻഡെക്സ് ആണ്. അതൊക്കെ എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ സ്ക്യൂ ഹെർമീഷ്യൻ ആൻഡ് ആൻറ്റി സിമെട്രിക് ഓർ സ്ക്യൂ ഓർ ആൻറ്റി സിമെട്രിക് മെട്രിക്സ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ സ്ക്യൂ അല്ലെങ്കിൽ ആൻറ്റി സിമെട്രിക് ആണ്. സ്ക്യൂ ഓർ ആൻറ്റി ഹെർമീഷ്യൻ ആണെങ്കിൽ എ ഡാഗർ ഈക്വൽ ടു മൈനസ് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് കൺസെപ്റ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ട്രേസ് ആണ് കേട്ടോ. സം ഓഫ് ഐഗൺ വാല്യൂ, ഒരു മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കണ്ടുപിടിച്ചാൽ അതിന്റെ സം എന്ന് പറയുന്നത് അതിന്റെ ട്രേസ് ആയിരിക്കും. ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രിൻസിപ്പൽ ഡയഗണലിന്റെ സം ഓഫ് എലമെന്റ്സ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡയഗണൽ അല്ലെ. അപ്പോൾ നമ്മളോട് എക്സാമിന് ഐഗൺ വാല്യൂ ഡിറ്റർമൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് ട്രേസ് ഡിറ്റർമൈൻ ചെയ്തിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. അതേപോലെ പ്രൊഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂ ഡിറ്റർമിനന്റ് ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓപ്ഷനിൽ നിന്ന് തന്നെ മെട്രിക്സ് സോൾവ് ചെയ്യാതെ ഫൈനൽ ആൻസറിലേക്ക് പെട്ടെന്ന് വരാൻ പറ്റും. ഐഗൺ വാല്യൂസ് ഓഫ് ഡയഗണൽ മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആൻഡ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഇസ് എ ഡയഗണൽ എലമെന്റ്സ്. ഐഗൺ വാല്യൂ ഓഫ് യൂണിറ്ററി അല്ലെങ്കിൽ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റാങ്ക് ഓഫ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ഓഫ് എനി ഹൈ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യാൻ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിക്കുന്നതാണ് മെട്രിക്സിന്റെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെട്രിക്സിന്റെ ഭാഗത്ത് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോക്കിയേ. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് അധികം കാൽക്കുലേഷൻസ് ഇല്ലാതെ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഐഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് ആർ. മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതും സെയിം ക്വസ്റ്റ്യൻ ആണ്. ഐഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ് കണ്ടോ. അപ്പം ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ നേരത്തെ പഠിച്ചു സം ഓഫ് ദ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്ന ട്രേസ് ഓഫ് ദ മെട്രിക്സ് ആണെന്ന് പഠിച്ചു അല്ലേ. അപ്പം ഈ മെട്രിക്സിന്റെ ട്രേസ് എന്താണ്? പ്രിൻസിപ്പൽ ഡയഗണലിലെ എലമെന്റ്സിന്റെ വാല്യൂസ് ആഡ് ചെയ്യുക. അപ്പം 1 + 1 + 1 3 ആണ് ഇതിന്റെ ട്രേസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സം ഓഫ് ഐഗൺ വാല്യൂസ് ഈക്വൽ ടു ട്രേസ്. അപ്പൊ ഇവിടെ സമ്മ് നോക്കിക്കേ, 3 ഐഗൺ വാല്യൂസ് ഉണ്ട്. 2 to 0 ഇതിന്റെ 4 ആണ്. അപ്പൊ ഇതല്ല. 2 to 1 ഇത് 5 ആണ്. അപ്പൊ അതല്ല. 0 1 2 പിന്നെ 1 1 2. അപ്പൊ ഇവിടെ 0 1 2ലാണ് സം ഓഫ് ഐഗൺ വാല്യൂ 3 ആയിട്ട് വരുന്നത്. അപ്പൊ ആൻസർ എവിടെയാണ്? സി ആണ്. മനസ്സിലായോ? ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ആൻസറിലേക്ക് എത്താം. ഐഗൺ വാല്യൂസ് ഓഫ് മെട്രിക്സ്, അടുത്ത മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇവിടെയും സം ഓഫ് ദ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്ന ട്രേസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇവിടെ ട്രേസ് 3 വരുന്ന ഏതാ? 0 1 2. ഓപ്ഷൻ ഡിയിലാണ് വരിക അല്ലെ. സിയിൽ വരില്ല, ബിയിൽ വരില്ല, അതേപോലെ എയിലും വരില്ല. അപ്പൊ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ വരിക. കണ്ടോ. അപ്പൊ നമ്മൾ ആ മെട്രിക്സ് സോൾവ് ചെയ്ത് കെയ്ലി ഹാമിൽട്ടണിലൊക്കെ വെച്ചിട്ട് നമ്മൾ മെട്രിക്സ് സോൾവ് ചെയ്ത് ഐഗൺ വാല്യൂസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിലും വളരെ പെട്ടെന്ന് നമുക്ക് ഈ രീതിയിൽ ഡിറ്റർമൈൻ ചെയ്ത് എടുക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത നോക്കുക, വെക്ടേഴ്സിന്റെ കേസിലേക്ക് വരുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എ ഡോട്ട് ബി എന്ന് വെച്ചാൽ എ ബി കോസ് തീറ്റ ആണെന്ന് അറിയാം. അപ്പൊ കണ്ടീഷൻ ഫോർ 2 വെക്ടേഴ്സ് എ ആൻഡ് ബി പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആയിരിക്കും അല്ലെ. കാരണം കോസ് 90 വരണം. അടുത്ത എ ക്രോസ് ബി എന്ന് വെച്ചാൽ എ ബി സൈൻ തീറ്റ ആണെന്ന് അറിയാം. 2 വെക്ടേഴ്സ് പാരലൽ ആണെങ്കിൽ എ ക്രോസ് ബി എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സോളിനോയിഡൽ വെക്ടർ എ ഡെൽ ഡോട്ട് എ എന്ന് പറയുന്നത് 0 ആണ്. അത് ഡൈവർജൻസ് 0 ആയിരിക്കും. അതേപോലെ ഇറൊട്ടേഷണൽ വെക്ടർ ആണെങ്കിൽ കേൾ ഡെൽ ക്രോസ് എ 0 ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെറ്റ് എക്സാമിന് കൺസിഡർ ചെയ്യുന്നിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കേട്ടോ. അടുത്ത് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ്? ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അല്ലെ. വളരെ കോമൺ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം.
എങ്കിൽ പോലും 2023-ലെ 24-ലെയൊക്കെ എക്സാമിന് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഒക്കെ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π ആണ് കേട്ടോ. എന്താണ് അതിൻ്റെ ഇതെന്ന് പറഞ്ഞ സിഗ്നിഫിക്കൻസ് എന്താണ്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു മെഷർ ഓർ കാൽക്കുലേറ്റ് എക്സാക്ട്ലി ബോത്ത് ദ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഓഫ് ദ ഒബ്ജക്റ്റ്. ഒരേ സമയം നമുക്ക് പൊസിഷനും മൊമെൻറ്റവും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഒരു വേവ് ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ആണ് അല്ലേ. എക്സ്പ്രസിങ് ദ പ്രോബബിലിറ്റീസിനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിറ്റൻസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ ഡിറ്റർമൈൻ ചെയ്യണം അല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി. അടുത്താണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ട്. IH/d/dt ഓഫ് psi ഇസ് ഈക്വൽ ടു Hψ. ടൈം ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ H ഈ ഒരു ഇക്വേഷൻ ജനറൽ ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാം. ഇനി അടുത്തത് നോക്കുക, ദ ഡ്യൂറേഷൻ ഓഫ് എ റഡാർ പൾസ് ഇസ് 1 microsecond. അൺസർട്ടണിറ്റി ഇൻ ഇറ്റ്സ് എനർജി വിൽ ബി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ്, നമ്മൾ ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്? അൺസർട്ടണിറ്റി റിലേഷൻ എനർജി ടൈമിൻ്റെ കേസിലുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്? ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/2π. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലും ഇതിനെ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/2 എന്നുള്ളത് എടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് ഡെൽറ്റ ഇ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. h/ന്റെ വാല്യൂ നമുക്കറിയാം. നോക്കുക, ജൂളിൻ്റെ ടേംസിൽ h/, ജൂളാണ് റിസൾട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ 1.055 ഇൻറ്റു 10⁻⁻34 ജൂളാണ്. h/2 ഇൻറ്റു ടി നമുക്ക് തന്നിട്ടുണ്ട് മൈക്രോസെക്കൻഡ്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക. 0.527 ഇൻറ്റു 10⁻⁻28 ജൂളാണ് നമുക്ക് ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത്, പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഹൗ ബൗണ്ടറി കണ്ടീഷൻ ആൻഡ് നോർമലൈസേഷൻ ഡിറ്റർമൈൻ ദ വേവ് ഫംഗ്ഷൻ. ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല് വേവ് ഫംഗ്ഷൻ പെനിട്രേറ്റ്സ് എ വാൾ വിച്ച് ലോവേഴ്സ് എനർജി ലെവൽ. ടണലിംഗ് ഇഫക്റ്റ് എന്താണ്? എ പാർട്ടിക്കിൾ വിത്തൗട്ട് എനർജി ടു പാസ് എ പൊട്ടൻഷ്യൽ ബാരിയർ മേ സ്റ്റിൽ ടണൽ ത്രൂ ഇറ്റ് അല്ലെ. ഹാർമോണിക് ഓസിലേറ്ററിൽ ഇറ്റ്സ് എനർജി ലെവൽസ് ആർ ഈവൻലി സ്പേസ്ഡ് ആണ്. ഹൈഡ്രജൻ ആറ്റം സിംപ്ലസ്റ്റ് ഫിസിക്കൽ സിസ്റ്റം കണ്ടെയ്നിങ് ഇൻട്രാക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പം ഇവിടെ ഈ പോയിന്റുകൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ഇതിനെക്കുറിച്ചെല്ലാം ബേസിക് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. പാർട്ടിക്കിൾ ഇൻ എ ബോക്സ്, ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസ്, ടണലിംഗ് ഇഫക്റ്റ്, ഹാർമോണിക് ഓസിലേറ്റർ, ഹൈഡ്രജൻ ആറ്റം ഒക്കെ നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കേണ്ട കൺസെപ്റ്റുകളാണ്. അതിൽ വരുന്ന റിസൾട്ടുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കുക, പാർട്ടിക്കിൾ ഇൻ എ ബോക്സിൽ വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ √2/L sin nπx/L അല്ലേ. ഐഗൺ വാല്യൂ Cn n² π² h² 2ml². വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതൊക്കെ. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ എന്ന് പറയുന്നത് L/2 ആണ്. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം ഈക്വൽ ടു 0 ആണ്. ഫോർ സിമെട്രിക് പൊട്ടൻഷ്യൽ വെൽ എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം ഈസ് 0 ഫോർ ഓൾ വാല്യൂസ്. ഓക്കെ, ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം വരുമ്പോൾ En എന്താണ്? n+12 h/ω അല്ലേ. 0 പോയിന്റ് എനർജി ഉണ്ട്. n ഈക്വൽ ടു 0 കൊടുക്കുമ്പോഴും ഇവിടെ ½ h/ω വാല്യൂ ഉണ്ട്. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം 0 ആണ് ഫോർ ഓൾ വാല്യൂസ് ഓഫ് n. ഫോർ 2-dimensional harmonic oscillator degeneracy of n state n+1 ആണ്. ഫോർ 3-dimensional harmonic oscillator degeneracy of nth state n+1 ഇൻറ്റു n+2/2 ആണ് കേട്ടോ. കൃത്യമായിട്ട് വാല്യൂസ് എല്ലാം പഠിച്ചു വെക്കുക. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് റീസെൻ്റ്ലി നടന്ന ഫിസിക്സിൻ്റെ സെറ്റ് ഫിസിക്സ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നിസ്സാരമായിട്ട് കാണരുത്. ഫൈനൽ റിസൾട്ടുകൾ നോക്കിയിട്ട് തന്നെ പോവുക. ഓക്കെ, അടുത്ത നോക്കിയേ, എ പാർട്ടിക്കിൾ ഈസ് കൺസ്ട്രെയിൻഡ് ഇൻ 1-dimensional ബോക്സ് ഓഫ് ലെങ്ത് 2a വിത്ത് പൊട്ടൻഷ്യൽ v of x ഈക്വൽ ടു ഇൻഫിനിറ്റി. എക്സിൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്. v of x ഈക്വൽ ടു 0. എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലെവൽ n ഈക്വൽ ടു 3 ആൻഡ് n ഈക്വൽ ടു 2 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം ലെങ്ത്തിൻ്റെ 1-dimensional ബോക്സ് ആണ്, ലെങ്ത് 2a ആണ് അല്ലേ. E3 മൈനസ് E2 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിറ്റ്വീൻ n ഈക്വൽ ടു 3 ആൻഡ് n ഈക്വൽ ടു 2. അപ്പം E3 കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് ആൻസർ കിട്ടി. E2 കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് ആൻസർ കിട്ടി. E3 മൈനസ് E2 കാൽക്കുലേറ്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു 5h² 32ma². അപ്പം അതാണ് ആൻസറിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ ഈ രീതിയിലുള്ള ചിന്തകളൊക്കെ ആ സമയം നമുക്ക് വരുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
അടുത്ത ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ലാംഡ ഇസ് ഈക്വൽ ടു h ബൈ എം വി, h ബൈ റൂട്ട് ഓഫ് 2 me. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ റിസൾട്ടുകളൊക്കെ പഠിക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടും ഈ റിസൾട്ടൊക്കെ റിസൾട്ടായിട്ട് തന്നെ ഓപ്ഷനിൽ വന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് എക്സ് പി എക്സ്, വൈ പി വൈ, ഇസഡ് പി ഇസഡ് ഈക്വൽ ടു ഐ എച്ച് കട്ട്, എക്സ് റേസ് ടു എൻ പി എക്സ് ഇസ് ഈക്വൽ ടു എൻ ഐ എച്ച് കട്ട് എക്സ് റേസ് ടു എൻ മൈനസ് വൺ, എക്സ് പി എക്സ് റേസ് ടു എൻ ആണെങ്കിൽ എൻ ഐ എച്ച് കട്ട് പി എക്സ് റേസ് ടു എൻ മൈനസ് വൺ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂട്ടേഷൻ റിലേഷൻസ്, കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് വർക്കൗട്ട് ചെയ്യാനൊക്കെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഐഡന്റിറ്റീസ് പഠിച്ചാൽ കുറെ കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്തത് വരുന്നതാണ് ആംഗുലാർ മൊമെന്റം കമ്മ്യൂട്ടേഷൻ റിലേഷൻ. എൽ എക്സ് ഇൻറ്റു എൽ വൈ ഇസ് ഈക്വൽ ടു ഐ എച്ച് കട്ട് എൽ ഇസഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് സൈക്ലിക് ആയിട്ട് 3 റിലേഷൻസ് ആണ്. പിന്നെ വരുന്നത് എൽ ഇസഡ് എൽ എക്സ് സ്ക്വയർ. അപ്പം അതിൻ്റെ റിലേഷൻ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൽ ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. എൽ സ്ക്വയർ എൽ ഇസഡ് 0 ആണ്. ഓക്കെ, എൽ ഇസഡ് എൽ പ്ലസ് എൽ ഇസഡ് എൽ മൈനസ് ഒക്കെ 0 ആണ് കേട്ടോ. വെരി ഇമ്പോർട്ടൻറ്റ് റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ ഈ ഒരു പേജ് ഒന്ന് പോസ് ചെയ്തിട്ട് ഈ ഒരു സ്ലൈഡ് ഒന്ന് പോസ് ചെയ്തിട്ട് കാര്യങ്ങൾ അറിയുമെന്ന് ഉറപ്പിക്കുക. അറിയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, അടുത്ത ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐഗൺ വാല്യൂ PYQs ഒക്കെ വർക്കൗട്ട് ചെയ്തവർക്ക് അറിയാം. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലെ. എനർജി ഐഗൺ വാല്യൂ -13.6/n² ആണ്. ഓരോ ലെവലിന്റെ തന്നിട്ട് ചോദിക്കും. അപ്പൊ എന്നിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. 1/√π(AQ)B⁻⁻⁴/a. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് R 1.5a, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് R² 3a², എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് 1/R ഈക്വൽ ടു 1/a ആണ് കേട്ടോ. ഈ വാല്യൂസ് ഒക്കെ ബൈ ഹാർട്ട് പഠിക്കുക. കൃത്യമായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഓക്കെ, പിന്നെ EMTയിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ട് ഗോസസ് ലോ അറിഞ്ഞിരിക്കുക. ഇന്റഗ്രൽ ഓഫ് E.ds Q എൻക്ലോസ് ബൈ ε0 ആണ്. ഫൈ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു Q എൻക്ലോസ്ഡ് ആണ്. ഇതാണ് ആ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. നമ്മൾ ഏകദേശം ഒരു ഫിസിക്സിന്റെ ബേസ് തൊട്ടേ പഠിക്കുന്ന ഇക്വേഷൻ ആണ്. അതിൽ ഒത്തിരി സമയം കളയുന്നില്ല. ഗോസസ് ലോ ആപ്ലിക്കേഷൻ ആണ്. ക്യൂബിന്റെ കേസിലുള്ള പ്രോബ്ലംസ് ഒക്കെ ഒത്തിരി ഇതിൽ നിന്ന് ഇപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ് ഈസ് ഈക്വൽ ടു λ/2ε0r. ഫൈനൽ റിസൾട്ടുകൾ നന്നായിട്ട് നോക്കിയിട്ട് പോവാം. ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ് ഈസ് ഈക്വൽ ടു σ/2ε0. ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ് ഈക്വൽ ടു Q/4πε0r². ഫീൽഡ് ഡ്യൂ ടു തിൻ സ്ഫിറിക്കൽ ഷെൽ ഈ ഔട്ട്സൈഡ് Q/4πε0r² ആണ്. ഈ ഇൻസൈഡ് 0 ആണ് കേട്ടോ. ഈ റിസൾട്ടുകളൊക്കെ നോക്കിയിട്ട് പോവാം. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടീഷൻ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഡെൽ ക്രോസ് ഈക്വൽ ടു 0. പോയ്സൺസ് ഇക്വേഷൻ del² ഈക്വൽ ടു -ρ/ε0. ലാപ്ലേസ് ഇക്വേഷൻ del² ഈസ് ഈക്വൽ ടു 0. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 റിസൾട്ട് ആണ്. പോയ്സൺസ് ഇക്വേഷനും ലാപ്ലേസ് ഇക്വേഷനും. ഓക്കെ, ആപ്ലിക്കേഷൻ ഓഫ് ബയോ-സാവാർട്ട് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് വയർ B ഈക്വൽ ടു μ0I/2πd ആണ്. അതിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെയാണ്. കൃത്യമായിട്ട് ഈ ഇക്വേഷനൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇക്വേഷൻ ഒന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. ഇനി ആംബിയർ സർക്യൂട്ടൽ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റഗ്രൽ ഓഫ് B.dl is equal to μ0 into I enclosed. ഇതൊക്കെ അപ്ലൈ ചെയ്ത് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ അറിയണം. എങ്കിൽ കൂടി അത്രയ്ക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ബേസിക്കലി ഇക്വേഷൻസ് കാണാതെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മാക്സ്വെൽസ് ഇക്വേഷൻസ് 4 ഇക്വേഷൻസ് ഉണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമുകളും നോക്കി വെക്കുക, ഇൻ്റഗ്രൽ ഫോമുകളും നോക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സ്വെല്ലിൻ്റെ 4 ഇക്വേഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻ്റഗ്രൽ ഫോമും അറിയണം, ഡിഫറൻഷ്യൽ ഫോമും അറിയണം കേട്ടോ. അപ്പം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഓരോ ലോയുടെയും ഫാരഡേസ് ലോ ഏത് ഇൻ്റഗ്രൽ ഫോം എന്താണ്, ഡിഫറൻഷ്യൽ ഫോം എന്താണ്, അതൊക്കെ വളരെ കൃത്യമായിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് പഠിച്ചു വെക്കുക. വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ,
പിന്നെ വരുന്ന വേവ് ഗൈഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് വേവ് ഗൈഡ്? എനി ലീനിയർ സ്ട്രക്ചർ ദാറ്റ് കൺവേസ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ബിറ്റ്വീൻ ഇറ്റ്സ് എൻഡ് പോയിന്റ്സ് ആണ് വേവ് ഗൈഡ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇത് നോക്കുക, അതിന് 3 മോഡുകളുണ്ട്. അതിന്റെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കുക. ട്രാൻസ്വേഴ്സ് ഇലക്ട്രിക് മോഡ്, ട്രാൻസ്വേഴ്സ് മാഗ്നറ്റിക് മോഡ്, ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് മോഡ്. മൂന്നിന്റെയും പ്രത്യേകത അറിഞ്ഞിരിക്കുക കേട്ടോ. ടി മോഡിൽ ഹാവ് നോ ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ടി എമ്മിൽ ഹാവ് നോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ടി എം മോഡ് ആണെങ്കിൽ ഹാവ് നോ ഇലക്ട്രിക് ഓർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഡീറ്റെയിൽ ആയിട്ട് ഈ ഏരിയാസ് പഠിക്കണേ. അടുത്ത ആറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയുടെ ടോപ്പിക്കുകളാണ്. അതിൽ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ റിഡ്ബർഗ് ഇക്വേഷൻ ഒക്കെ നോക്കുക. 1/λ is equal, റിഡ്ബർഗ് കോൺസ്റ്റന്റ് ആണ് RH അല്ലേ. 1/λ is equal to RH into 1/n1 square minus n2 square. ലൈമാൻ സീരീസ്, ബാൾമർ, പാഷൻ, ബ്രാക്കറ്റ്, ഫണ്ട് അല്ലേ. n1 equal to 1, n2 എന്ന് പറയുന്നത് 1നേക്കാളും കൂടുതലുള്ള 2, 3, 4 n1ലേക്ക്. ബാൾമർ സീരീസ് ആണെങ്കിൽ വിസിബിൾ ഇതൊക്കെ നോക്കണം കേട്ടോ, ഏത് റേഞ്ചിലാണെന്നുള്ളത് നോക്കി വെക്കണം. ലൈമൻ ആണെങ്കിൽ UV, ബാൾമർ ആണെങ്കിൽ വിസിബിൾ, പാഷൻ ബാക്കി മൂന്നും IR-ലാണ് കേട്ടോ. n1 equal to 1 ആണെങ്കിൽ ലൈമാൻ, n1 equal to 2 ആണെങ്കിൽ ബാമർ, n1 equal to 3 പാഷൻ, n1 equal to 4 ആണ് ബ്രാക്കറ്റ്, n1 equal to 5 ആണെങ്കിൽ ഫണ്ട്. ഇതൊന്ന് നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ പ്രോബ്ലംസ് ആയിട്ടും കിട്ടാറുണ്ട്. ഓക്കെ, ലാൻഡേ ജി ഫാക്ടറിന്റെ ഇക്വേഷൻ പഠിക്കുക. 1 plus j into j plus 1 plus s into s plus 1 minus l into l plus 1 by 2j into j plus 1 ആണ്. ലാൻഡേ ജി ഫാക്ടർ എല്ലും എസും ഒക്കെ തന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ടേം സിമ്പിൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. 2s plus 1 l 2s plus 1 j ആണ്. j എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ l plus s വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഇവിടെ L എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, L equal to 0 ആണെങ്കിൽ S, 1 ആണെങ്കിൽ P, 2 ആണെങ്കിൽ D. ആ രീതിയിൽ കറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടേം സിമ്പിൾ കണ്ടുപിടിക്കാൻ അറിയുമെന്നുള്ളത് ഉറപ്പുവരുത്തുക. അറിയാത്തവർ തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ലാൻഡേ ജി ഫാക്ടർ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 3D3 ആണ് നമുക്ക് തന്നിരിക്കുന്ന ടേം സിമ്പിൾ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് തന്നെ 3D3 എന്ന് പറയുമ്പോൾ ജെയുടെ വാല്യൂ 3 ആണ്. 2s plus 1 ആണ് മൾട്ടിപ്ലിസിറ്റി. 2s plus 1 equal to 3 അല്ലേ. അതിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ s equal to 1 കിട്ടും. പിന്നെ j നമ്മൾ പറഞ്ഞു l plus sന്റെ വാല്യൂ ആണ് j അല്ലേ. അപ്പോൾ s 1 ആണെങ്കിൽ lന്റെ വാല്യൂ 3. അപ്പോൾ s, l, jയുടെ മൂന്നിൻ്റെയും വാല്യൂ കിട്ടി. എന്നിട്ട് ജസ്റ്റ് ഇതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ആൻസർ 4/3 ആണ് വരുന്നത് കേട്ടോ. ജസ്റ്റ് മാത്തമാറ്റിക്കൽ സബ്സ്റ്റിറ്റ്യൂഷനേ വരുന്നുള്ളൂ. പിന്നെ വരുന്ന നോർമൽ സീമാൻ ഇഫക്റ്റും അനോമലസ് സീമാൻ ഇഫക്റ്റും ആണ്. എന്താണ് നോർമൽ സീമാൻ ഇഫക്റ്റ്? ഇറ്റ് ഈസ് എ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻ ഓഫ് an atomic spectrum due to the interaction between the external magnetic field and orbital magnetic moment. ഒബ്സർവ്ഡ് അറ്റ് 0 ഇലക്ട്രോൺ സ്പിൻ സ്റ്റേറ്റിലാണ് ഒബ്സർവ് ചെയ്യുന്നത്. 1 സ്പെക്ട്രൽ ലൈന് എത്ര ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു? ട്രിപ്ലറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ ഒക്കേഴ്സ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റത്തിന്റെ കേസിലാണ് ഒക്കർ ചെയ്യുന്നത്. ഇനി അനോമലസ് സീമാൻ ഇഫക്റ്റ്, ഇതിപ്പോൾ നോർമൽ സീമാൻ ഇഫക്റ്റ് ആണ്. അനോമലസ് സീമാൻ ഇഫക്റ്റ് ആണെങ്കിലോ, anomalous Seeman effect is the splitting of spectral line of an atomic spectrum that is caused by the interaction between the magnetic field and combined orbital and intrinsic magnetic moment. Okay, observed in the presence of an electron spin in the case, one spectral line is split into different complicated patterns. Occurs due to the presence of both orbital and intrinsic magnetic moment. Okay, വളരെ ചെറിയൊരു ബ്രീഫ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. നിങ്ങൾ ഓൾറെഡി നോർമൽ സീമാൻ ഇഫക്റ്റും അനോമലസ് സീമാൻ ഇഫക്റ്റും ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടന്റുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റാപ്പിഡ് റിവിഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരികയല്ല, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് നിർബന്ധമായിട്ടും നോക്കി പോകേണ്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായ ആ ഏരിയയിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പിയുടെ ഏരിയാസ് നോക്കാം. ഇന്ററാക്ഷൻ ഓഫ് ലൈറ്റും മോളിക്യൂൾസും വരുമ്പോഴാണ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി. അതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി. ഏതിലാണ് മൈക്രോവേവ് സ്പെക്ട്രോസ്കോപ്പി എന്നും അറിയപ്പെടുന്നു. മോളിക്യൂൾ മസ്റ്റ് ഹാവ് പെർമനന്റ് ഡൈപോൾ മൊമെന്റ്. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ കേട്ടോ. ഫൈനൽ റിസൾട്ടുകൾ കുറച്ച് നോക്കുക. റൊട്ടേഷണൽ എനർജി എന്ന് പറയുന്നത് BJ × J+1 ആണ്. B = h/8π² IC. വേറെ
B is a rotational constant. Delta E എന്ന് പറയുന്നത് 2B into J plus 1 centimeter inverse. Spectrum എന്ന് പറയുന്നത് equally spaced with spacing എത്രയാണ് 2B ആണ് കേട്ടോ. Selection rule delta J equal to plus or minus 1. Plus 1 absorption, minus 1 is for emission. The vibrational spectroscopy infrared region ആണ്. There should be change in the dipole moment with vibration. Okay. Vibrational മോഡുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ലീനിയർ മോളിക്യൂൾ 3n minus 1 n-1 stretching mode, 2n-1 bending mode. Non-linear molecule ആണെങ്കിൽ total mode 3n-6 ആണ് കേട്ടോ. അതിൽ n-1 stretching mode, 2n-5 bending mode. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രാമൻ സ്പെക്ട്ര അറിയാലോ. ഇന്റൻസിറ്റി ഓർഡർ ഓർക്കുക. റേലെ ഏറ്റവും ഇന്റൻസ് ആയിട്ടുള്ളത്, പിന്നെ സ്റ്റോക്ക്, ആന്റി സ്റ്റോക്ക്. സെലക്ഷൻ റൂള് ഡെൽറ്റ ജെ ഈക്വൽ ടു 0 പ്ലസ് ഓർ മൈനസ് 2. എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ആന്റി സ്റ്റോക്ക് 12 ബി സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് കേട്ടോ. ഒരു സ്റ്റോക്കും ഒരു ആന്റി സ്റ്റോക്കും തമ്മിലുള്ളത് 12 ബി. കോൺസിക്യൂട്ടീവ് ലൈൻ സെറ്റ് ആർ അറ്റ് ദ സ്പേസിങ്, അതായത് ഓരോ സ്റ്റോക്ക് ലൈനുകൾ തമ്മിൽ 4ബിയും അതേപോലെ ആന്റി സ്റ്റോക്ക് തമ്മിൽ 4b. ഒരു സ്റ്റോക്കും ആന്റി സ്റ്റോക്കും തമ്മിൽ എത്രയാണ് 12b ഇൻവേഴ്സ് വരും അല്ലേ. അപ്പൊ സെൻട്രലിലെ റാലയും ആദ്യത്തെ സ്റ്റോക്ക് ലൈനും തമ്മിൽ 6b സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ് വരിക. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. കൃത്യമായിട്ട് നോക്കിയിട്ട് പോവാ കേട്ടോ. പിന്നെ വരുന്ന നോക്കുക, എ വൈബ്രേഷൻ ഇസ് രാമൻ ആക്റ്റീവ് ഇഫ് ഇറ്റ് ഇസ് അക്കംപനീഡ് ബൈ ചേഞ്ച് ഇൻ. രാമൻ ആക്റ്റീവ് എപ്പോഴാണ്? വേർ ദർ ഇസ് എ ചേഞ്ച് ഇൻ പോളറൈസബിലിറ്റി ഓഫ് ദ മോളിക്യൂൾ. മോളിക്യൂളിന്റെ പോളറൈസബിലിറ്റിയിൽ ചേഞ്ച് വരുമ്പോഴാണ് രാമൻ ആക്റ്റീവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾ ഡസ് നോട്ട് എക്സിബിറ്റ് റൊട്ടേഷണൽ സ്പെക്ട്രം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് മോളിക്യൂൾ ആണ് റൊട്ടേഷണൽ സ്പെക്ട്രം എക്സിബിറ്റ് ചെയ്യാത്തത്? ഏതാണ്? N2 എന്ത് ചെയ്യില്ല? റൊട്ടേഷണൽ സ്പെക്ട്രം എക്സിബിറ്റ് ചെയ്യില്ല അല്ലെ. ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ആണ്. ഇഫ് എ മോളിക്യൂൾ ഹാസ് എ സെന്റർ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ then രാമൻ ആക്റ്റീവ് വൈബ്രേഷൻസ് എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് ഇനാക്റ്റീവ് ആണ്, ആൻഡ് അതേപോലെ വൈസ് വേഴ്സ. ഓക്കെ, ഇഫ് ദർ ഇസ് നോ സെന്റർ ഓഫ് സിമെട്രി then some but not necessarily all may be both Raman active and infrared active. Okay, അപ്പോൾ നോക്കുക, മോഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് CO2 സിമെട്രിക് സ്ട്രക്ചർ രാമൻ ആക്റ്റീവ് ആണ്, പക്ഷെ ഇൻഫ്രാറെഡ് ഇനാക്റ്റീവ് ആണ്. ബെൻഡിങ് കേസിൽ രാമൻ ഇനാക്റ്റീവ് ആണ്, അതേപോലെ ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആണ്. അസിമെട്രിക് സ്ട്രക്ചറിൽ രാമൻ ഇനാക്റ്റീവ് ആണ്, അതുകൊണ്ട് അത് മ്യൂച്വലി എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഉള്ളത് കൊണ്ട് അതെന്താണ്? ഇൻഫ്രാറെഡ് ആക്റ്റീവ് ആണ്. ഓക്കെ, ഇതെന്തുകൊണ്ടാണ്? മോളിക്യൂളിന് സെന്റർ ഓഫ് സിമെട്രി ഉള്ളത് കൊണ്ടാണ് ഈ ഒരു റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്ക്ലൂഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അടുത്തത് പാരാമീറ്റേഴ്സ് ഓഫ് ഓപ്പാം. ഇലക്ട്രോണിക്സിന്റെ ഭാഗത്തേക്ക് വരുമ്പം അതിൽ തന്നെ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എൻ ഐഡിയൽ ഓപ്പാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫൈനൈറ്റ് ഇൻപുട്ട് ഇമ്പിഡൻസ്, 0 ഔട്ട്പുട്ട് ഇമ്പിഡൻസ്, 0 കോമൺ മോഡ് ഗെയിൻ ഓർ ഇൻഫൈനൈറ്റ് കോമൺ മോഡ് റിജക്ഷൻ, ഇൻഫൈനൈറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ, ഇൻഫൈനൈറ്റ് ബാൻഡ് വിഡ്ത്ത്. ഇതൊക്കെയാണ് ഐഡിയൽ ഓപ്പാമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ നെയിം ചെയ്തിരിക്കുന്ന ഓരോ പ്രോപ്പർട്ടീസിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് ഉറപ്പുവരുത്തുക. സ്ലീവ് റേറ്റിന്റെ ഒക്കെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഗേറ്റുകൾ, ലോജിക് ഗേറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നോട്ട്, നാൻഡ്, നോർ, എക്സ്ക്ലൂസീവ് ഓർ, എക്സ്ക്ലൂസീവ് നോർ എല്ലാം ജസ്റ്റ് ഒന്ന് നോക്കുക. ഡി മോർഗൻസ് തിയറംസ് കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. എല്ലാത്തിൻ്റെയും ഇൻപുട്ടുകൾ, ഔട്ട്പുട്ടുകൾ, വാല്യൂസ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നോക്കുക. ഡി മോർഗൻസ് തിയറം വെച്ച് സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പം നമ്മൾ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ വീഡിയോ ആണ്, ഒരു ക്വിക്ക് റിവിഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പെട്ടെന്ന് അതിലെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് പറയാന്നുള്ളതാണ് കേട്ടോ. പിന്നെ ന്യൂക്ലിയർ ഫിസിക്സ് വരുമ്പോൾ നിങ്ങൾ അതിനകത്ത് ന്യൂക്ലിയർ ഫിസിക്സും പാർട്ടിക്കിൾ ഫിസിക്സും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നോക്കുക. ന്യൂക്ലിയർ ഫിസിക്സിനകത്ത് ബൈൻഡിങ് എനർജി, സെമി എംപിറിക്കൽ മാസ് ഫോർമുലാസ്, ഷെൽ മോഡൽ വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്
പഠിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പാർട്ടിക്കിൾ ഫിസിക്സ് വരുമ്പോഴേക്കും നമുക്ക് എന്താണ് ബേസിക് ആയിട്ട് ആ ഒരു എലമെൻ്ററി പാർട്ടിക്കിൾ ഫിസിക്സിൻ്റെ ടേബിളിനെ കുറിച്ച് നല്ലൊരു അറിവുണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എല്ലാ സബ്ജക്റ്റുകളുടെയും കണ്ടന്റുകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ കൂടെ ഈ ഒരു ക്ലാസ് കൊണ്ടുപോവുക. അതായത് ക്ലാസ്സിൽ നിങ്ങളോട് മീൻസ് പഠിപ്പിക്കുകയല്ല ഇപ്പോൾ ചെയ്യുന്നത്, നമ്മളൊരു പെട്ടെന്ന് റിവിഷൻ ഇമ്പോർട്ടൻ്റ് ഏരിയാസ് ഒക്കെയാണ് പറഞ്ഞു പോയിരിക്കുന്നത്. അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച നോട്ട്സ് നിങ്ങളുടെ മെയിൻ റിവിഷൻ മെറ്റീരിയൽ ആയിട്ട് തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ടോസ് അക്കാഡമിയിൽ സെറ്റിൻ്റെയും സെറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമുകളുടെയും PSC എക്സാമുകൾ, VHSC HSST പോലുള്ള LP UP പിന്നെ മറ്റെല്ലാ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് എക്സാമുകളും നമ്മളിപ്പം ടോസ് അക്കാഡമിയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ എക്സാമുകൾ നടന്നു, ഒത്തിരി സ്റ്റുഡൻസ് ജോലിയിലേക്കൊക്കെ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സെറ്റ് എഴുതി ക്രാക്ക് ചെയ്യുന്നവർ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ ലെവൽ എക്സാമുകൾക്ക് വേണ്ടി ട്രൈ ചെയ്യുക. നമ്മളിവിടെ VHSCയുടെ NVT അടുത്ത എക്സ്പെക്റ്റഡ് എക്സാം ആണ്, അതിൻ്റെ കോച്ചിങ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും എൻക്വയറീസ് ഉള്ളവർ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു.